കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊന്നിച്ച് ദൈവവചനം പങ്കിടുവാനായി ലഭിച്ച അവസരത്തിനായി, ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇപ്രകാരം നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഓരോ പ്രാവശ്യവും സംസാരിക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരം വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം നാവിലെടുക്കുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യം, അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുവാനായി വളരെ പ്രാർത്ഥനയോടെ ഇതിനു മുമ്പിലായിരിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക. നിങ്ങൾക്കായിട്ട് നിശ്ചയമായി ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ പോരാളികളായി ഉപവസിച്ച് അനേകരുടെ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സംഘം ഞങ്ങളുടെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമായി മുമ്പോട്ട് കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് ഈ മീഡിയയിൽ കൂടെ ദൈവവചനം ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ ദൈവം എളിയവർക്ക് കൃപ നൽകിയതിൻ്റെ ഒരേ ഒരു കാരണം ഇതിൻ്റെ പിന്നിൽ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ സ്നേഹത്തോടുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില ഭാഗങ്ങൾ ഇന്ന് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ പഴയ നിയമ പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു വന്നത്. പഴയ നിയമ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ എന്തിന് നമ്മൾ പഴയ നിയമം പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. പഴയ നിയമം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചപ്പോൾ പഴയ നിയമം വിട്ടുകളയുവാനുള്ളതല്ല, പഴയ നിയമം നമുക്ക് ദൃഷ്ടാന്തത്തിനായി, നമ്മുടെ ബുദ്ധിോപദേശത്തിനായി, വരുവാനുള്ള നന്മയുടെ നിഴൽ പഠിക്കുകയാണ്. അതുപോലെ തന്നെ വരാനുള്ളതിൻ്റെ നിഴൽ നമ്മളെ പഠിക്കുകയാണ്. അതുമാത്രമല്ല, പഴയതും പുതിയതും പഠിച്ചെങ്കിൽ മാത്രമേ വക പ്രാപിച്ച് തികഞ്ഞവനായി മാറുവാൻ കഴിയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് അതിനോടനുബന്ധിച്ച് പഴയ നിയമം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു അതിൻ്റെ താക്കോലായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 52-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ കർത്താവ് പറയുകയുണ്ടായി, ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ കടന്നില്ല, കടക്കുന്നവരെ തടുത്തും കളഞ്ഞു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം? ന്യായപ്രമാണത്തിൻ്റെ താക്കോൽ ആരാണ്? യു ഹാവ് ടേക്കൻ അവേ ദ കീ ഓഫ് നോളജ് എന്ന് പറഞ്ഞിരിക്കുന്നു. പരിജ്ഞാനം എന്ന് പറയുന്ന ഒരു താക്കോൽ ഉപയോഗിച്ച് വേണം നമുക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ളതെങ്കിൽ ശാസ്ത്രിമാർ, പരീശന്മാർ അവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ആ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞു. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങളെ ഏൽപ്പിച്ചിരുന്നതാണ്. പരിജ്ഞാനത്തിൻ്റെ താക്കോൽ നിങ്ങളുടെ കൈവശം ദൈവം ഏൽപ്പിച്ചതാണ്. എന്നാൽ നിങ്ങൾ അതിനെ സ്വീകരിക്കാതെ ദൂരെ എറിഞ്ഞു കളഞ്ഞു. നിങ്ങൾക്ക് അനേകം ആളുകളെ ദൈവരാജ്യത്തിലേക്ക് ആ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ ഉപയോഗിച്ച് അകത്തേക്ക് കയറ്റാമായിരുന്നു. എന്നാൽ നിങ്ങൾക്കത് സാധ്യമാകുന്നില്ല. കാരണം എന്താണ്? നിങ്ങൾ ആ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു എന്ന് പറയുകയാണ്. എന്താണ് ഇവരെ പറയുന്നതിൻ്റെ താല്പര്യം? യേശുക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ താക്കോലാണ് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. പരിജ്ഞാനം എന്ന് പറയുന്നത് അഥവാ ജ്ഞാനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ് എന്ന് നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് വീണ്ടെടുപ്പും ജ്ഞാനവും നീതീകരണവുമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നിരിക്കുന്നു. അഥവാ ഇത് 4 കാര്യങ്ങൾ അവിടെ പറയുന്നതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, അവൻ നമുക്ക് അഥവാ യേശുക്രിസ്തു നമുക്ക് എന്തായി മാറിയിരിക്കുന്നു?
യേശുക്രിസ്തു നമുക്ക് പരിജ്ഞാനമായി മാറിയിരിക്കുന്നു. ആരെങ്കിലും പരിജ്ഞാനം ഉള്ളവരായി മാറുന്നെങ്കിൽ അവർ യേശുക്രിസ്തുവിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഉടമകളായി മാറുന്നു. നമുക്ക് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ വളരെ സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു, അവൻ നമുക്ക് പരിജ്ഞാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു എന്ന് പറയുന്ന ആ പരിജ്ഞാനത്തിന്റെ താക്കോൽ ഉപയോഗിക്കാതെ അതിനെ തുറക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മള് പഴയ നിയമ യാഗം പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ പെരുന്നാളുകൾ പഠിക്കുമ്പോൾ, ഈ പെരുന്നാളുകളും യാഗങ്ങളും എല്ലാം ശ്രദ്ധിക്കുമ്പോൾ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പരിജ്ഞാനമാകുന്ന യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് ആ പരിജ്ഞാനത്തിന്റെ താക്കോൽ ഉപയോഗിക്കാതെ ആർക്കും ദൈവവചനത്തിന്റെ പൊരുൾ തിരിച്ചു കിട്ടാനായി കഴിയില്ല. അതുകൊണ്ട് പഴയ നിയമം വിട്ടുകളയണം എന്ന് അർത്ഥമാക്കുന്നില്ല. പിന്നെയോ പുതിയ നിയമത്തിന്റെ ഹല്ലേലൂയ, പഴയ നിയമത്തിന്റെയും താക്കോൽ യേശുക്രിസ്തുവിലാണ്. നമ്മള് ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രയോഗം കാണുവാൻ കഴിയുന്നത്, നമ്മള് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവരിക്കെ നിങ്ങൾ പിന്നെയും ദരിദ്രവും ബലഹീനവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതിയതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എന്ത് എന്ന് പൗലോസ് ഗലാത്യ വിശ്വാസികളോട് ചോദിക്കുന്നു. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, ഗലാത്യ വിശ്വാസികൾ വിശ്വാസത്തിലേക്കൊക്കെ വന്നതിന് ശേഷം വളരെ തീക്ഷ്ണതയോടെ നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് കുറെ കഴിഞ്ഞപ്പോൾ ചില ആചാരങ്ങൾ കൂടെ ചില അനുഷ്ഠാനങ്ങൾ കൂടെ ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ദാസൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയിപ്പോയി. 3-ാം അധ്യായത്തിൽ താൻ പറയുകയാണ്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു സത്യം, പക്ഷെ സത്യം അനുസരിക്കാതെ വണ്ണം നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു എന്ന് പറയുകയാണ്. പലവിധ ദൂരോപദേശങ്ങൾ അവരുടെ ഇടയിലേക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു മാത്രമല്ലെന്നും പഴയ നിയമ ആചാരങ്ങൾ കൂടെ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്നുള്ള ചിന്താഗതികൾ അവരുടെ ഇടയിലേക്ക് പടർന്നു പിടിച്ചപ്പോൾ അവർ അങ്ങനെ ദരിദ്രമായ ബലഹീനമായ ആ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ദൈവദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉള്ളിൽ വലിയ വേദന തോന്നി. ആ ദൈവദാസൻ പറയുകയാണ്, ദരിദ്രവും ബലഹീനമായ പാഠങ്ങളാണ് ആദ്യ പാഠങ്ങൾ, അതിലേക്ക് പിന്നെ നിങ്ങൾ തിരിയേണ്ട കാര്യമില്ല. ദരിദ്രവും ബലഹീനവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞാൽ അത് പുതിയതായി നിങ്ങൾ വേറൊന്നിന് അടിമകളായി മാറുകയാണ്. സ്തോത്രം. നമ്മൾ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിലുറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്നു. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകാൻ ഇടയാകരുത് ദൈവത്തിന്റെ മക്കളെ. അതുകൊണ്ട് ഈ നാളുകളിൽ ഹല്ലേലൂയ, പഴയ നിയമം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ പഴയ നിയമത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും ദരിദ്രമായ ആദി പാഠങ്ങളായിരുന്നു, ബലഹീനമായ പാഠങ്ങളായിരുന്നു. നമ്മളൊരു കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ അതിന് ABCD എഴുതുവാനായിട്ട് 4 ലൈൻ ബുക്കിൽ ചില ഡോട്ടുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഡോട്ടുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഓരോ ആൽഫബറ്റ്സും ആ കുഞ്ഞ് എഴുതുവാനായി പഠിക്കുന്നു. അത് വളരെ മനോഹരമായിട്ട് അത് എഴുതി തുടങ്ങുന്നു. ഓരോ പ്രാവശ്യവും അത് എഴുതി തുടങ്ങുമ്പോൾ ദരിദ്രമായ ആ ഏറ്റവും ബലഹീനമായ ആ അവസ്ഥയിൽ ആ കുഞ്ഞിന് അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. പഴയ നിയമത്തിൽ ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ ഡോട്ട് പൂർത്തീകരിക്കുമ്പോൾ
അതെല്ലാം കൂട്ടിയോജിപ്പിക്കുമ്പോൾ അതെല്ലാം ലെറ്റേഴ്സ് ആയിട്ട്, ആൽഫബറ്റ്സ് ആയിട്ട് വരുന്നു. എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ ആ ഡോട്ടിന്റെ ഒന്നും ആവശ്യമില്ലാതെ ആ കുഞ്ഞ് എഴുതാൻ തുടങ്ങും. 4 ലൈൻ ബുക്കിന്റെ ആവശ്യമില്ലാതെ നല്ല വടിവത്ത ലെറ്റേഴ്സിൽ അവന് നല്ല സെന്റൻസ് എഴുതുവാനായി പഠിക്കുന്നു. നമ്മൾ ഇതുപോലെ തന്നെ പഴയ നിയമം പരിശോധിക്കുമ്പോൾ ദൈവം ഹല്ലേലൂയ ആദിമ കാലഘട്ടങ്ങളിൽ ദൈവം വെച്ചിരുന്ന നിഴലായി വെച്ചിരുന്ന കാര്യങ്ങളിലേക്ക് അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ സത്യം അറിയുവാൻ നമ്മള് ചെറിയ നിസ്സാരമായിട്ടുള്ള ബലഹീനമായിട്ടുള്ള ആദിപാഠങ്ങളിലേക്ക് പോകുവാൻ പാടില്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾ കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ, ശബത്തോ, പെരുന്നാൾ, വാവ് എന്നീ കാര്യങ്ങളിലോ സംബന്ധിച്ചോ നിങ്ങളുടെ ഈ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരാനുള്ളവയുടെ നിഴലത്രേ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ ലസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ തെറ്റിക്കരുത്. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, നിങ്ങളുടെ വിരുദാരും തെറ്റിച്ച് കളയരുത്. നിങ്ങൾ ചില കാര്യങ്ങൾ സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കാനിടയാകരുത്. ശബത്തിനെ സംബന്ധിച്ചോ വാവിനെ സംബന്ധിച്ചോ പെരുന്നാളിനെ സംബന്ധിച്ചോ ഒന്നും ആരും വിശ്വാസികളെ വിധിക്കാതെ വണ്ണം അതിൽ നിന്നെല്ലാം ഒഴിവുള്ളവരായിരിക്കണം. പെരുന്നാൾ ആചരിക്കരുത്, വാവോ ശബത്തോ ഒന്നും ആചരിക്കുവാൻ പുതിയ നിയമത്തിൽ ദൈവം പ്രമാണം ചെയ്യുന്നില്ല. ഈ നാളുകളിൽ ദരിദ്രമായ ആദിപാഠങ്ങൾ വിട്ട് നമ്മൾ മുന്നേറണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പഴയ നിയമ പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതൊന്നും ഇനിയും പ്രസക്തമല്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ അതൊന്നും രക്ഷിക്കപ്പെട്ടവർ ആചരിക്കാനുള്ളവയല്ല. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, സബ്സ്റ്റൻസസ് ബിലോങ് ടു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. സബ്സ്റ്റൻസസ് ബിലോങ്സ് ടു ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. They were shadows എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് അതെല്ലാം നിഴലായിരുന്നു എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും ജാതികളെ പോലെ പാഗൻ ട്രഡീഷൻസ് നമുക്ക് ധാരാളം ദൈവസഭയിൽ കടന്നുകൂടിയിരിക്കുന്നത് കാണുവാൻ കഴിയും. വാവും പെരുന്നാളും ശബത്തും വിശേഷ ദിവസങ്ങളും ഒക്കെ ഇന്നും പുതിയ നിയമ വിശ്വാസികൾ ആചരിക്കുന്നെങ്കിൽ ദൈവവചനത്തിന് ഏറ്റവും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നാം ചെയ്യുന്നത്. പിശാചിന് വേണ്ടി നമ്മുടെ വീടിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ അറിയാതെ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്ന പിശാച് അതിൻ്റെയൊക്കെ മറവിൽ നമ്മുടെ എത്രയോ കാര്യങ്ങൾ അറുത്തു നമ്മുടെ തലമുറകളെ കൊണ്ടുപോകുവാൻ, നമ്മുടെ ഭവനത്തിന്റെ നന്മയെ കൊണ്ടുപോകുവാൻ ഒക്കെ അവനൊരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു വന്നത്, പഴയ നിയമ പെരുന്നാളുകൾ എല്ലാം തന്നെ നിഴലുകളായിട്ട് ആയിരുന്നു. ഇതിന്റെ പരിജ്ഞാനത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ഈ പഴയ നിയമം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്രമാത്രം ആത്മീയ സത്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊണ്ട് നിൽക്കുമ്പോൾ എന്താണ് ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം? ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം, ഈ ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള എല്ലാ പുസ്തകങ്ങളിലും ദൈവമാണ് ഇത് എഴുതിയത് എന്നുള്ളത് പ്രൂവ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഗോഡ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് പഴയ നിയമത്തിൽ നിഴലായിട്ട് ദൈവം കാണിച്ചത് പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം
ഹല്ലേലൂയ, ആമേൻ, ദൈവം തന്നെ പഴയ നിയമം, ഹല്ലേലൂയ, യേശുക്രിസ്തുവിലൂടെ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, ചേർത്ത് തരുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് നമുക്ക് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും, ദൈവം എത്ര മാത്രം ബുദ്ധിയുള്ള ആളാണ്. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വിവേകം, ദൈവത്തിന്റെ അഗാധമായിട്ടുള്ള അറിവ് അത് എത്രമാത്രമാണ് എന്നുള്ളത് പഴയ നിയമത്തിലെ നിഴലുകൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ദൈവം നിഴലായി കൽപ്പിച്ചു തന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും യേശുക്രിസ്തുവിൽ അത് നിറവേറാനുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ഇതെല്ലാം നിറവേറി വരേണ്ടതായിരുന്നു. അത് ദൈവം തന്നെ, ഹല്ലേലൂയ, ആമേൻ, നിഴലായിട്ട് തരുമ്പോൾ ദൈവമക്കളെ നമ്മൾ ഓർക്കേണ്ടത് ദൈവത്തിന്റെ അഗാധമായ ജ്ഞാനം. റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവിടെ പറയുന്നു, ദൈവത്തിന്റെ ജ്ഞാനം, ആമേൻ, എന്നിവയുടെ ആഴമേ എന്നാണ് ദൈവത്തിന്റെ ദാസൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അത്രമാത്രം ജ്ഞാനമുള്ളവനാണ്, ദൈവം അത്രമാത്രം വിവേകമുള്ളവനാണ്, ദൈവം അത്രമാത്രം, ഹല്ലേലൂയ, അറിവുള്ളവനാണ്. സാധാരണയായിട്ട് മനുഷ്യരൊക്കെ ചെറിയ നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ സാധാരണ നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊക്കെ എല്ലാം വളരെ കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. നമുക്ക് 5 ആമേൻ കാര്യങ്ങളിൽ കൂടെയുള്ള അറിവ് മാത്രമേ ശേഖരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ആമേൻ, നമ്മുടെ കൈ കൊണ്ട് സ്പർശിക്കുന്നത്, നമ്മുടെ നാക്കുകൊണ്ട് സ്പർശിക്കുന്നത്, ഹല്ലേലൂയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ, ഹല്ലേലൂയ, നമുക്ക് ഗ്രഹിക്കുവാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളൂ. എന്നാൽ ദൈവത്തെ സംബന്ധിച്ചോ, ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് അഗാധമായ ജ്ഞാനം, ദൈവത്തിന്റെ അഗാധമായ ജ്ഞാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുക. ദൈവത്തിന്റെ അഗാധമായ ജ്ഞാനത്തിൽ, ഹല്ലേലൂയ, തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, അതെല്ലാം അവന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ കാര്യങ്ങൾ നിഴലായി അവതരിപ്പിച്ചതിന് ശേഷം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, യേശുക്രിസ്തുവിലൂടെ ഇതെല്ലാം നിറവേറുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ദൈവത്തിന്റെ മുന്നറിവിനാലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യം കാണുവാനായിട്ട് കഴിയുന്നു, അക്കോർഡിംഗ് ടു ദ ഡെഫിനിറ്റ് പ്ലാൻ ഓഫ് ഫോർനോളജ് ഓഫ് ഗോഡ് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അതായത് ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലുമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ മുന്നറിവിനാലും സ്ഥിര നിർണയത്താലുമാണ് നടക്കുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിനെ സംബന്ധിച്ച് പത്രോസിന്റെ പ്രസംഗത്തിൽ നിന്നാണ് നമുക്ക് ആ വാക്യം ലഭിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിന്റെ മുന്നറിവിനാലാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, ദൈവത്തിന്റെ മുന്നറിവിനാലാണ് അവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ദൈവത്തിന്റെ മുന്നറിവിനാലാണ് അവനെ പീലാത്തോസും ആ മഹാപുരോഹിതന്മാരും ഹേരോദാവും ഒക്കെ വിസ്തരിക്കുന്നത്. അവനെ കയ്യേറ്റം ചെയ്യുന്നത് ദൈവത്തിന്റെ അറിവ് കൂടാതെ അല്ല. നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് മരണത്തിന് വേണ്ടി ദൈവത്തിന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, നമ്മുടെയും ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും ദൈവത്തിന്റെ മുന്നറിവുണ്ട്. ഇവിടെ നമുക്ക് ഈ പഴയ നിയമം എല്ലാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വരുമെന്നും അവൻ യാഗമായി തീരുമെന്നും, ഹല്ലേലൂയ, അറിയാവുന്നത് കൊണ്ട് ദൈവം പഴയ നിയമ പെരുന്നാളുകൾ എല്ലാം നൽകുമ്പോൾ യേശുക്രിസ്തുവിലൂടെ അതെല്ലാം പൂർത്തീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, ദൈവത്തിന്റെ, ഹല്ലേലൂയ, ദൈവമാണ് ഈ വചനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാകും.
രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ബുദ്ധി, ദൈവത്തിന്റെ അറിവ്, ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളെല്ലാം പഴയ നിയമത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ ഹല്ലേലൂയ ദൈവവചനം പഠിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ ഒരു കാര്യം ഉറയ്ക്കുക, ഇത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതും ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർവിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ആ വചനത്തിൽ ഹല്ലേലൂയ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നമുക്ക് വീണ്ടും പ്രാർത്ഥന നേരത്തിലേക്ക് പോകാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കാളികളാകുക. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കെല്ലാവർക്കും മറുപടി തന്ന ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുന്നു. പല സമയങ്ങളിലും നമ്മൾ ഹൃദയം നുറുങ്ങിയപ്പോൾ നമ്മുടെ സമീപസ്ഥനായി ഇറങ്ങി വന്നവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ സമയങ്ങളിൽ നമ്മൾ അവങ്കിലേക്ക് നോക്കിയവർ നമ്മൾ പ്രകാശിതരായി മാറി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നക്ഷത്രഗോളങ്ങൾക്ക് അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ മറുപടി നമുക്ക് വേണ്ടി അവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഭൂമിയിലിരുന്നു കൊണ്ട് ചെറിയ ഹൃദയത്തിൻ്റെ വേദനയോടെ ഞരങ്ങുന്ന ഓരോ ഞരക്കങ്ങളും കേൾക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠനാം ആചാര്യനായ യേശു ക്രിസ്തു ഉയരങ്ങളിൽ വസിക്കുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനായി മനഃപൂർവ്വമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വീണ്ടും ഞങ്ങളെ എഴുതി അറിയിക്കണം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ച ധാരാളം മക്കൾ, അവരുടെ മാതാപിതാക്കൾ വളരെയധികം വേദനയോടെ വിവാഹത്തിൻ്റെ ആലോചനകൾ പലതും വന്നാലും നടക്കാത്ത പല സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ്. പലവിധ തടസ്സങ്ങളാൽ വിവാഹങ്ങൾ മുടങ്ങിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കായി ഇന്ന് ആ പ്രാർത്ഥനാ നേരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരം അതിനായി നീട്ടി പ്രവർത്തിക്കും. ഷീജ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒന്നിച്ച് ആ വിഷയത്തിൽ ഐക്യമത്യപ്പെടാം. ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഭവനങ്ങളുള്ളവർ നിങ്ങളുടെ തലകളെ വണക്കി, ഭാര്യയും ഭർത്താവും അടുത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ കോർത്തു പിടിച്ച് ഞങ്ങളോടൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമേ, ഒരുമിച്ച് കർത്താവേ ചില തടസ്സങ്ങൾ മാറിപ്പോകും അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം തടസ്സമിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ പ്രത്യേകിച്ച് പല കുഞ്ഞുങ്ങൾക്കും ഹല്ലേലൂയ വിവാഹത്തിന് താല്പര്യമില്ല. ഹല്ലേലൂയ സ്തോത്രം. മാതാപിതാക്കൾ ഹല്ലേലൂയ സ്തോത്രം പല വിവാഹങ്ങൾ കൊണ്ടുവന്നിട്ടും അത് നടക്കുന്നില്ല. ഹല്ലേലൂയ വിവാഹത്തിന് വേണ്ടിയുള്ള ഹല്ലേലൂയ സകല തടസ്സങ്ങളും മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആ ബുദ്ധിയിലുള്ള ഓർമ്മശക്തിയിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഡ്മിഷന് വേണ്ടിയുള്ള തടസ്സങ്ങൾ മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആ പ്രൊമോഷന് വേണ്ടിയുള്ള തടസ്സങ്ങൾ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. പണിയുടെ തടസ്സങ്ങൾ മാറിപ്പോകുവാനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പല വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് ഒരുമിച്ച് താമസിക്കുവാൻ ഹല്ലേലൂയ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഹല്ലേലൂയ ആ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാനായി ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഭവനങ്ങൾക്കകത്ത് തടസ്സങ്ങളിട്ട് വ്യാപരിക്കുന്ന ഹല്ലേലൂയ പ്രത്യേകിച്ച് വ്യാപാരങ്ങളോട് കീഴടങ്ങുവാൻ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കൊടുക്കാതെ തലമുറകൾ ജനിക്കാതെ മാറുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഹല്ലേലൂയ തടസ്സങ്ങളെ മാറ്റിയതിനായി സ്തോത്രം, ചങ്ങലകളെ അഴിച്ചതിനായി സ്തോത്രം, ബന്ധനങ്ങളെ അറുത്തതിനായി സ്തോത്രം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.